ബി.ജെ.പി. നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും മഹാരാഷ്ട്ര സർക്കാരിൻ്റെയും ഒത്താശയോടെ, പരിലാളനയോടെ നമ്മുടെ ഇന്ത്യൻ തീരത്ത് മഹാരാഷ്ട്രയിലെ വാധവനിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, വാണിജ്യ തുറമുഖം അതിവേഗം അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിഴിഞ്ഞത്തെ ചില പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ ചെയ്ത വീഡിയോയെക്കുറിച്ച് ധാരാളം കമൻറ്റുകൾ, അതിൽ വിമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകളും വന്നിരിക്കുന്നു. നിങ്ങൾ വിഴിഞ്ഞത്തിനെതിരാണ്, ലെഫ്റ്റ് റൈറ്റ് വോയിസ്, നിങ്ങൾ വാധവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചില നമ്മുടെ പ്രേക്ഷകർ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. വിമർശനങ്ങളെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞങ്ങളുടെ പഴയ വീഡിയോകൾ നോക്കിയാൽ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവും വിഴിഞ്ഞത്തിന് വേണ്ടി നമ്മൾ എത്രയോ വാർത്തകൾ, വീഡിയോകൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒറ്റയടിക്ക് ഞങ്ങൾ വിഴിഞ്ഞം വിരുദ്ധരായിട്ട് മാറിയോ? അങ്ങനെയൊന്നും അല്ല. ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതെ വയ്യ. വിഴിഞ്ഞം ഇത്രയും എത്തി, ഒന്നാം ഘട്ടം കമ്മീഷനിങ്ങിൻ്റെ സ്റ്റേജിലെത്തി, പ്രധാനമന്ത്രി വന്ന് കമ്മീഷനിങ് ചെയ്താൽ മതി. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു, ട്രയൽ റൺ കഴിഞ്ഞു, ഒക്കെ വലിയ നേട്ടങ്ങളാണ്. പക്ഷേ ഇതുപോരാ. തൊട്ടടുത്തൊരു ഇന്ത്യൻ തീരത്ത് മറ്റൊരു തുറമുഖം അതിവേഗം കേന്ദ്ര സർക്കാരിൻ്റെ വളരെ കരുതലിൽ, താല്പര്യത്തിൽ ഉയർന്നു വരുമ്പോൾ എന്തേ ഇവിടെ ഇങ്ങനെ നമ്മൾ ചോദിച്ചു പോകുന്നു. കേന്ദ്രം കേരളത്തെ, വിഴിഞ്ഞത്തെ അവഗണിക്കുന്നു എന്നുള്ളതിൽ എത്രയോ കാര്യങ്ങൾ കിടക്കുന്നു. BGF ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഗ്രാൻഡ് തരാത്തത്, ലോണാക്കി മാറ്റുന്നത്, അതേപോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ക്ലോവർ ലീഫ് ജംഗ്ഷന് ഇപ്പം തത്വത്തിൽ അനുമതി തന്നു എന്ന് പറയുന്നു. തത്വത്തിൽ അത് അനുമതി കിട്ടിയാൽ ഉടനെ പണി തുടങ്ങാൻ പറ്റും. മറ്റ് നടപടിക്രമങ്ങൾ നാഷണൽ ഹൈവേ അതോറിറ്റി മുന്നോട്ട് കൊണ്ടുവരണം. ഇതിനൊന്നും സ്പീഡില്ലല്ലോ. അതേസമയം വാധവനിൽ എന്തൊരു സ്പീഡിലാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്, നിർമ്മാണങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനം ഞങ്ങൾ ഇന്നലെ സ്റ്റോർ ചെയ്യാൻ കാര്യം, MSC കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി, വിഴിഞ്ഞത്ത് ഏറ്റവും കൂടുതൽ മദർ ഷിപ്പുകൾ വരുന്നത് ആ കമ്പനിയുടേതാണ്. അവരവരുടെ ജെയ്ഡ് ആൻഡ് ഡ്രാഗൺ സർവീസിൽ വിഴിഞ്ഞത്തിന് അവരുടെ പട്ടികയിൽ സ്റ്റോപ്പ് അനുവദിച്ചു. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും കിട്ടാത്ത യോഗ്യതയാണ്, അംഗീകാരമാണ്. അതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഇതേ ഈ MSCക്ക് ഏറ്റവും കൂടുതൽ ഓഹരി നിക്ഷേപമുള്ള ഇവരുടെ കമ്പനി ടിൽ, അതായത് ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്, ടില്ല്, 20,000 കോടി രൂപ അവിടുത്തെ നിർമ്മാണത്തിന് വാധവനി മുടക്കുന്നു. അവിടെ MOU, വാധവൻ പോർട്ട് അതോറിറ്റി ആയിട്ട് MOU ഒപ്പുവെച്ച് കഴിഞ്ഞ ദിവസം. അത് ഞങ്ങൾ വാർത്തയാക്കി. അപ്പോൾ അവിടെ എന്തൊരു സ്പീഡിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നാളെ MSCയുടെ ആസ്ഥാനം അവിടെയാകും, വിഴിഞ്ഞത്ത് വരില്ല എന്നുള്ളത് നമ്മുടെ ആശങ്ക പങ്കുവച്ചതാണ്. യാഥാർത്ഥ്യം അതാണ്. അവിടെ 20,000 കോടി രൂപ മുടക്കുന്ന MSCയുടെ മാതൃ കമ്പനി വിഴിഞ്ഞത്ത് ഒരു പൈസയും മുടക്കുന്നില്ല. അതേസമയം അവിടെ അവർ മുടക്കി കഴിയുമ്പോൾ അവരുടെ ഇന്ത്യയിലെ ഓഫീസും ഓപ്പറേഷൻസ് കാര്യങ്ങളെല്ലാം MSCയുടെ വാധവൻ കേന്ദ്രീകരിച്ചായിരിക്കും. അതൊരു വളരെ ലോജിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ അതൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്. അതായത് ഞങ്ങൾക്ക് വിഴിഞ്ഞത്തെ എതിർക്കേണ്ട കാര്യം നമുക്കെന്താ? വിഴിഞ്ഞത്ത് ഇതേപോലെ കാര്യങ്ങൾ വേഗത്തിൽ നടക്കണം. ഇപ്പോൾ റെയിൽ റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെ അതിൽ സംസ്ഥാന സർക്കാരിന് വന്നിട്ടുള്ള കാലതാമസം അത് എത്രയും വേഗം പരിഹരിച്ച് ഇതിൻ്റെ നിർമ്മാണങ്ങൾ ത്വരിത വേഗത്തിൽ വളരെ പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകണം. നമ്മൾ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന ഒരു സമീപനത്തെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അത് ചൂണ്ടിക്കാണിച്ചല്ലേ മതിയാവും. അതുകൊണ്ടാണ് ഞങ്ങൾ വാധവനും വിഴിഞ്ഞുമായിട്ടൊരു കമ്പാരിസൺ നടത്തിയത്. ഞങ്ങൾ വസ്തുതകളാണ് പറഞ്ഞത്, ഒന്നും ഊഹാപോഹം പറഞ്ഞിട്ടില്ല. വസ്തുതകൾ വെച്ച് നമ്മൾ പറയുമ്പോൾ ചില കറുത്ത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവും. ആ ഇഷ്ടപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ഞങ്ങൾ വിഴിഞ്ഞത്തിനെതിരായതുകൊണ്ടാണ്. വാധവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. വാധവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയല്ല, വിഴിഞ്ഞത്ത് വരേണ്ടുന്ന ആ സ്പീഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല? വാധവനിൽ എന്തേ കേന്ദ്ര സർക്കാർ അമിത താല്പര്യം കാണിക്കുന്നു? വാധവന് വികസിക്കട്ടെ, വിഴിഞ്ഞു അതിനൊപ്പം വികസിക്കണം. ഇന്ത്യയുടെ തീരത്ത് ഇനിയും ടെർമിനലുകൾ, ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ വരട്ടെ. വിഴിഞ്ഞം പോലെ വേറെയും വരട്ടെ. വാധവനി വന്നോട്ടെ, ആൻഡമാനിൽ വന്നോട്ടെ, കൂടുതൽ തുറമുഖങ്ങൾ ഉണ്ടാവട്ടെ, നെറ്റ്വർക്ക് വികസിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ ഒരു വിഴിഞ്ഞത്തെ ഞെക്കിക്കൊല്ലാൻ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുമ്പോൾ നമ്മളത് ചില മറ്റ് യാഥാർത്ഥ്യങ്ങൾ വെച്ചിട്ട് അതിനെ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്. ഇപ്പോൾ റോഡ്, റെയിൽ, വിഴിഞ്ഞത്തുനിന്ന് റോഡ് കണക്ടിവിറ്റി തൽക്കാലം ചരക്ക് ഗതാഗതം, കരമാർഗം, കാർഗോ ഗേറ്റ് വേ രൂപത്തിലാക്കിയിട്ട് വിഴിഞ്ഞത്തുനിന്ന് കണ്ടെയ്നർ ലോറികളിൽ, ട്രെയിലറുകളിൽ, TEU കണ്ടെയ്നറുകൾ
പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള റോഡ് ക്ലോവർ ലീഫ് ജംഗ്ഷൻ ആകുന്നതിന് മുമ്പ് തന്നെ അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ കേരളം ശ്രമിക്കുന്നു. ക്ലോവർ ലീഫ് ജംഗ്ഷന്റെ പണി തുടങ്ങണമെങ്കിൽ കേന്ദ്രത്തിന്റെ മറ്റനുമതികൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വേണം. തത്വത്തിൽ അനുവദിച്ചിട്ട് മാത്രം പണി നടക്കുമോ? ഇല്ല. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ കാര്യങ്ങൾ സ്പീഡിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ വാധവൻ പിന്നെ ഒരു വലിയ കുതിച്ച് ചാട്ടം ഓട്ടം നടത്തുമ്പോൾ വിഴിഞ്ഞം പണ്ട് പിന്നെ ഓട്ട മത്സരം മൃഗങ്ങളുടെ നടന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഇവിടെ സ്പീഡ് ഉണ്ടാവണം. ഇനി മറ്റ് പ്രശ്നങ്ങൾ, ഇപ്പം ദേശീയപാതയിലേക്ക് നമ്മുടെ വിഴിഞ്ഞത്തു നിന്നുള്ള റോഡ് കണക്ടിവിറ്റി തുറന്നു കഴിഞ്ഞാലും നമ്മുടെ ഔട്ടർ റിംഗ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ ഈ കാർഗോ ഗേറ്റ്വേയുടെ പൂർണ്ണ പ്രയോജനം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം കോണുകളിൽ എത്തില്ല. ഗതാഗതം സുഗമമാക്കാൻ ഔട്ടർ റിംഗ് റോഡ് എത്രയും വേഗം പൂർത്തിയാക്കണം. അതിന്റെ സ്ഥലമെടുപ്പ് കാര്യങ്ങൾ, സ്ഥലം ഏറ്റെടുത്ത് അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിലെ താമസം, കാലതാമസം, അവിടെ ഭൂ ഉടമകൾ സമരം ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ണടയ്ക്കുന്ന വിഷയമല്ല. ഇതൊക്കെ വിഷയങ്ങളാണ്. അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ പരിഹരിക്കേണ്ടുന്ന വിഷയങ്ങൾ സംസ്ഥാന സർക്കാർ പരിഹരിച്ചേ മതിയാവും. അതേസമയം കേന്ദ്രം കാണിക്കുന്ന ഈ രണ്ടു തരം പെരുമാറ്റ രീതി, ഈ വിവേചനം, അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തല്ലേ പറ്റൂ. ഇനി VGF വേണ്ടെന്ന് കേരളം വെച്ചാൽ പകരം ഫണ്ട് കണ്ടെത്തണം. ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ കേരള സർക്കാർ ആലോചിക്കണം. വിഴിഞ്ഞം വളരെ ലാഭകരമായ ഒരു തുറമുഖമായിട്ട് പോകുമെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞു. ട്രയൽ റണ്ണും ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്രവർത്തനവും കണ്ട് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു വലിയ വായ്പ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക്, അല്ല ഔട്ടർ റിംഗ് റോഡ് മറ്റ് നിർമ്മാണങ്ങൾക്ക് ഒരു വലിയ വമ്പൻ വായ്പ എടുക്കുന്നതിന് ഇനിയിപ്പോൾ ഏറെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട്. കാരണം ഇത് വയബിൾ പ്രോജക്റ്റ് ആണെന്ന് ഇപ്പം തന്നെ ബോധ്യമായി. വലിയ ലോൺ എടുക്കാൻ സാധിക്കും കേരള സർക്കാരിന്, അല്ലെങ്കിൽ വിസിൽ ഈ കമ്പനിക്ക്, വിഴിഞ്ഞത്തിൻ്റെ ചുമതലയുള്ള കമ്പനിക്ക്, സർക്കാർ രൂപീകരിച്ച കമ്പനിക്ക് എടുക്കാൻ പറ്റും. അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം നബാർഡിൽ നിന്ന് 2000-3000 കോടി രൂപ കിട്ടുമെങ്കിൽ അത് ഇതിലേക്ക് മാറ്റിയിട്ട് ഈ വികസനങ്ങൾ ത്വരിതപ്പെടുത്തണം. ഇതൊക്കെ ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ ആഗ്രഹമാണ്. അത് നമ്മൾ പറയുന്നു. കേരള സർക്കാർ അടിയന്തരമായിട്ട് ഫണ്ട് കണ്ടെത്തണം ഔട്ടർ റിംഗ് റോഡ് പൂർത്തിയാക്കാനും. അതേപോലെ ദേശീയപാതയുടെ വികസനം, അത് കേരള സർക്കാരിന്റെ മുൻകൈയിലാണ് ഇപ്പോൾ നടക്കുന്നത്. മുൻ സർക്കാരിന്റെ കാലത്ത് മടക്കി കെട്ടിയ ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്തത് ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷമാണ്. ഇപ്പൊ പണികൾ 90% വരെ പലയിടത്തും പൂർത്തിയായി കഴിഞ്ഞു. ദേശീയപാത കാസർഗോഡ് മുതൽ അങ്ങ് നമ്മുടെ തെക്കേ അറ്റം വരെ പണികൾ വളരെ രീതിയിൽ നടക്കുകയാണ്. അടുത്ത വർഷം 2025 മാർച്ച് ഏപ്രിലോടുകൂടി ദേശീയപാതയുടെ വീതി കൂട്ടൽ നവീകരണ പരിപാടികളെല്ലാം കേരളത്തിലെ പൂർത്തിയാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണ് അവർ ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു 4-5 മാസം കഴിയുമ്പോഴേക്കും നാഷണൽ ഹൈവേയുടെ വികസനവും യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, ഈ റോഡ് കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, വിഴിഞ്ഞത്തു നിന്നുള്ള കണക്ടിവിറ്റി, നമുക്ക് കരമാർഗം കാർഗോ ഗേറ്റ്വേ പ്രവർത്തനം തുടങ്ങിയിട്ട് കരമാർഗം നമുക്ക് കണ്ടെയ്നറുകളിൽ ചരക്കുകൾ വിഴിഞ്ഞത്തുനിന്ന് കൊണ്ടുപോകാനും വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന് കയറ്റി കൊണ്ടുപോകാനും സാധിക്കും. കയറ്റുമതിയും ഇറക്കുമതിയും ഇവിടെ സാധിക്കും. കാരണം ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്, അദാനി എവിടെ കാശ് മുടക്കിയാലും അതിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടി അല്ലെ 1000 മടങ്ങ് തിരിച്ചു പിടിക്കാൻ അദാനിക്കറിയാം. അദാനി നല്ല ഒന്നാന്തരം ബിസിനസ്സുകാരനാണ്, സംശയമില്ല. ഞങ്ങളും പറയുന്നു അങ്ങേർക്ക് നല്ല ബിസിനസ് സെൻസ് ഉണ്ട്. ഇപ്പൊ അങ്ങേര് വാധവനിൽ അവിടെ നിർമ്മാണത്തിൽ അങ്ങേര് ഏർപ്പെടുന്നുണ്ട്. അവിടുത്തെ ടെർമിനൽ നിർമ്മാണത്തിലും അദാനി പോർട്സ് അദാനി പോർട്സിന്റെ കീഴിലുള്ള കമ്പനി അവിടെ സഹകരിക്കുന്നുണ്ട്. വാധവനിലെ വലിയ കരാർ 2000 കോടിക്ക് മുകളിലുള്ള കരാറിന് ബിഡ് ചെയ്യാൻ അദാനി ഗ്രൂപ്പ് ശ്രമിക്കുന്നുണ്ട്. വേറെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ അദാനി ഗ്രൂപ്പ് ഏറ്റെടുക്കും. അദാനി പോർട്സ്, സംശയമില്ല. അതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം കൂടുതൽ ലാഭം ഉണ്ടാക്കും. ഇപ്പം വിഴിഞ്ഞത്ത് അദ്ദേഹം 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം അതിന് 10,000 കോടി രൂപ അദാനി ഗ്രൂപ്പ് മുടക്കുന്നു. ഇപ്പം ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിട്ടുള്ളത് കേരള സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇന്ന് വരെ പൈസ മുടക്കിയിട്ടില്ല. തരാൻ ആകെ സമ്മതിച്ചത് VGF ആണ്. VGF എന്ന് പറയുന്നത് 817.80 കോടി രൂപ അത് അവസാനം ഇപ്പോൾ വായ്പയാക്കി. ആ വായ്പ വേണോ വേണ്ടോ എന്ന് കേരളം തീരുമാനിക്കട്ടെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അദാനി കാശുണ്ടാക്കും, കാശ് കൊണ്ടുപോകും. അദാനിക്ക് എത്രയോ വർഷത്തെ നീണ്ട കാലയളവിലേക്കാണ് വിഴിഞ്ഞം തുറമുഖം ഓപ്പറേറ്റ് ചെയ്യാനും നടത്താനും അതിൻ്റെ ലാഭം എടുക്കാനുള്ള അനുമതി കിട്ടിയിരിക്കുന്ന ഈ കരാർ പ്രകാരം. അപ്പോൾ 10,000 കോടി അദാനി മുടക്കിയാൽ അതിൻ്റെ 10 മടങ്ങ് അദാനിക്ക് അവിടുന്ന് വരുമാനം കിട്ടും. അദാനിക്ക് കാർഗോ ഗേറ്റ്വേ വഴി കേരളത്തിൻ്റെ തീരത്ത് ചരക്കിറക്കി കൊണ്ടുപോയി, ചരക്ക് തിരിച്ചു വന്ന് കയറ്റി കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് വലിയ വരുമാനമൊന്നും അദാനിക്ക് ആവശ്യമില്ല.
അത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം അതാണ്. കേരളത്തിൻ്റെ ആവശ്യം എന്താണ്? കേരളത്തിൻ്റെ ആവശ്യം കാർഗോ ഗേറ്റ്വേ തുറക്കണം, റോഡ് റെയിൽ കണക്ടിവിറ്റി ഉണ്ടാവണം, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മുക്കിനും മൂലയിലും കണ്ടെയ്നർ ലോറികൾ എത്തണം, കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന വിഴിഞ്ഞത്തു നിന്ന് പുറപ്പെടുന്ന കണ്ടെയ്നർ ട്രെയിലറുകൾ അന്യ സംസ്ഥാനങ്ങളിൽ പോകണം. കർണാടക, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, ദക്ഷിണേന്ത്യൻ മറ്റ് 4 സംസ്ഥാനങ്ങളിലും പോകണം ചരക്കുകളായിട്ട്. അവിടുന്ന് തിരിച്ച് അതേ കണ്ടെയ്നറുകളിൽ ചരക്കുകൾ ഡൊമസ്റ്റിക് അവിടുന്ന് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിഴിഞ്ഞത്ത് വന്ന് കയറ്റുമതി പോകണം. അതുപോലെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മേഖലകളിൽ നിന്ന് കണ്ടെയ്നറുകളിൽ സാധന സാമഗ്രികൾ വിഴിഞ്ഞത്ത് വരണം. വിഴിഞ്ഞത്തു നിന്ന് ഇറക്കുമതിയിൽ സാധനങ്ങൾ ഇറക്കിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൊണ്ടുപോകണം. അങ്ങനെ വരുമ്പോഴേ കേരളത്തിലൊരു വലിയ ആക്ടിവിറ്റി നടക്കുകയും വിഴിഞ്ഞത്തു നിന്നുള്ള വരുമാനം പുരോഗതി കേരളത്തിനും അയൽ സംസ്ഥാനങ്ങളിലെ ബിസിനസ് വഴിയും നമുക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. ഇതൊന്നും അദാനിക്ക് താല്പര്യമുള്ള വിഷയമല്ല. ഞങ്ങളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ താല്പര്യം കേരളത്തിനുള്ള താല്പര്യമാണ്, കേന്ദ്രത്തിന് ആ താല്പര്യമില്ല. അപ്പോൾ കേരളത്തിൻ്റെ താല്പര്യം കാർഗോ ഗേറ്റ്വേ തുറക്കുക എന്നുള്ളതാണ്. അതിനുള്ള പണികൾ, അതിൻ്റെ നടപടിക്രമങ്ങളും പണികളും വേഗം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അദാനിക്ക് എന്താ ഒന്നും നഷ്ടപ്പെടാനില്ല. ഇവിടെ കാർഗോ ഉണ്ടായില്ലെങ്കിലും ഇവിടെ കരമാർഗം, റെയിൽ മാർഗം, റോഡ് മാർഗം ചരക്ക് ഇറക്കുമതിയും കയറ്റുമതിയും നടന്നില്ലെങ്കിലും അദാനിക്ക് പ്രശ്നമില്ല. കാരണം അദാനിയുടെ മെയിൻ വരുമാനം ട്രാൻസ്ഷിപ്മെൻ്റാണ്. ഇതൊക്കെ നമുക്കും അറിയാം, നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അതറിയാം. അദാനിക്ക് കരമാർഗം വലിയ അക്സസ് ഒന്നും വേണം നിർബന്ധമില്ല. അദാനിക്ക് എന്താണ്, മദർഷിപ്പുകളിൽ വരുന്ന MSCയോ മറ്റ് കമ്പനികളുടെയോ മദർഷിപ്പുകളിൽ വരുന്ന ലോഡ് അവിടെ ഇറക്കുക വിഴിഞ്ഞത്ത്, എന്നിട്ട് അത് ഫീഡർ വെസലുകളിൽ ചെറുകപ്പലുകളിൽ കൊണ്ടുപോവുക. അതേപോലെ ഇന്ത്യയിലെ 4 ഭാഗത്തുനിന്ന് ചെറുകപ്പലുകളിൽ വരുന്ന ചരക്കുകൾ വിഴിഞ്ഞത്ത് തന്നെ ജലമാർഗം ഫീഡർ കപ്പലുകൾ വഴി വിഴിഞ്ഞത്തെത്തിച്ചിട്ട് മദർഷിപ്പുകളിൽ കയറ്റി പുറത്തേക്ക് കൊണ്ടുപോവുക. ഈ എക്സിം, എക്സ്പോർട്ട് ഇമ്പോർട്ട് ടെർമിനൽ ബേസ് എക്സിം ആണ് അദാനിയുടെ പ്രധാന വരുമാന മാർഗം. ഇമ്പോർട്ടും എക്സ്പോർട്ടും എവിടെ? വിഴിഞ്ഞം. കരതൊടില്ല. വിഴിഞ്ഞത്ത് ഒരു ഉൽപ്പന്നവും അദാനിയുടെ ട്രാൻസ്ഷിപ്മെന്റിൽ കരതൊടേണ്ട കാര്യം അദാനിക്കില്ല. എല്ലാം കടൽ മാർഗം വന്ന് കൊണ്ടുപോകാൻ കൊണ്ടു ഇങ്ങോട്ടും. അതിൽ നിന്ന് അദാനിക്ക് മുടക്കുന്ന 10,000 കോടിയോ 15,000 കോടിയോ അല്ലെ 20,000 കോടി അദ്ദേഹം വിഴിഞ്ഞത്ത് മുടക്കിയാൽ അതിൻ്റെ 100 ഇരട്ടി അല്ലെ 10 മടങ്ങ് 1000 മടങ്ങ് ഉണ്ടാക്കാൻ അദാനിക്ക് ഈ പറയുന്ന കരാർ പ്രകാരം ഈ 10, 30, 35 കൊല്ലത്തിനകത്ത് സാധിക്കും. അപ്പോൾ അദാനിയുടെ ആവശ്യമല്ല നമ്മുടെ ആവശ്യം, കേരളത്തിൻ്റെ ആവശ്യം. നമ്മൾ അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ വാധവൻ അതിവേഗം വികസിക്കുന്നത് പോലെ വിഴിഞ്ഞവും വികസിക്കണം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ വേണം. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വ ബോധം ഇനിയും കൂട്ടേണ്ടിയിരിക്കുന്നു. വേഗത്തിൽ പണികൾ മുന്നോട്ട് സ്പീഡപ്പ് ചെയ്ത് പോകേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുവരുമ്പോഴേ മുന്നോട്ട് പോകാൻ കഴിയും. വിഴിഞ്ഞത്തിൻ്റെ പൊട്ടൻഷ്യൽ അവിടെയുണ്ട്, ആരും അടിച്ചുകൊണ്ട് പോകില്ല. പണ്ട് രാജാവ് പറഞ്ഞ പോലെ, സാമൂതിരി രാജാവ് പറഞ്ഞ പോലെ, യൂറോപ്യന്മാർക്ക് നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ല. അത്ര തന്നെ അതിവിടെ തന്നെ ഉണ്ടാവും. അതുപോലെ ഇത്രയും സ്വാഭാവിക ആഴമുള്ള വിഴിഞ്ഞ 24 മീറ്റർ സ്വാഭാവിക ആഴമുള്ള വിഴിഞ്ഞം തുറമുഖം എടുത്ത് വാധവാനി കൊണ്ടുവെക്കാൻ പറ്റുമോ? പറ്റില്ല. ആന്തവാനി കൊണ്ടുപോകാൻ പറ്റുമോ? നരേന്ദ്രമോദി സർക്കാർ വിചാരിച്ചാൽ കൊണ്ടുപോകാൻ പറ്റില്ല. അത് വിഴിഞ്ഞത്ത് തന്നെ ഇരിക്കും. പക്ഷെ ആ വിഴിഞ്ഞത്തിരുന്നാൽ പോരാ, അത് കുറെ കൂടെ വലുതാവണം, വികസിക്കണം, വാധവൻ പോലെ വികസിക്കണം. അതേപോലെ ആന്തമാനി തുടങ്ങാൻ പോകുന്ന ഏറ്റവും പുതിയ മെഗാ പോർട്ട് പ്രോജക്റ്റ് ഗവൺമെന്റ് തുടങ്ങാൻ പോകുന്ന അതുമായിട്ട് ചേർന്ന് വികസിച്ച് പോകണം വിഴിഞ്ഞം. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ വിഴിഞ്ഞത്തിന് വേണ്ടി നിലകൊള്ളുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഇത്തരം പോരായ്മകൾ നമ്മൾ ഇനിയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വിഴിഞ്ഞം മന്ദീഭവിച്ച് കിടക്കുകയുള്ളൂ. ട്രാൻസ്ഷിപ്മെന്റ് മാത്രം നടത്തുന്ന ഒരു തുറമുഖമായിട്ട് വിഴിഞ്ഞം അങ്ങനെ ആവാൻ പാടില്ല. കാർഗോ, കരമാർഗം, റെയിൽ മാർഗം, കാർഗോയും അതിനനുസരിച്ചുള്ള ബിസിനസ്സുകൾ നടന്നെങ്കിലേ കേരളത്തിന് പ്രയോജനം കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന GST വരുമാനവും അത്തരം നികുതിയൊക്കെ മാത്രമായിട്ട് നമ്മൾ അതിൽ ഒതുങ്ങേണ്ടി വരും. അതാണ് യാഥാർത്ഥ്യം.